എന്റെ പൊന്നോന് എന്റെ മുമ്പായിട്ട് മുണ്ടിരിഞ്ഞടിച്ചയാള് എനിക്കൊരു ചായ ഇട്ട് കുടിക്കാൻ പോലും എന്നെ അനുവദിക്കുന്നില്ല. ഈ നിൽക്കുന്ന കണ്ടില്ലേ, ഈ ജനങ്ങൾ മൊത്തം ഈ അമ്മയുടെ കൂടെയാണ്. ഫ്രണ്ട് കഥ അങ്ങ് കുറ്റിയിട്ടിട്ട് ഇവരെ ആവശ്യം പോലെ അടിച്ചു. നമസ്കാരം, ഇത് ചിറയൻകീഴ് കുരട്ട് വിളാകത്താണ്. ഒരു അമ്മ വിളിച്ചതിനനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. അതിനൊരു സംക്ഷിപ്ത രൂപം ഞാൻ പറഞ്ഞുതരാം. അമ്മ സ്വന്തം ചേച്ചിയുടെ മകന് വേണ്ടി വിവാഹം പോലും കഴിക്കാതെ സ്വന്തം ജീവിതം ആ മകന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു അമ്മയാണ് ഈ അമ്മ. ഈ അമ്മ ഈ ചേച്ചിയുടെ മകൻ കല്യാണം കഴിച്ചു, അവർ തമ്മിൽ എന്തൊക്കെയോ ദാമ്പത്യ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ ഈ അമ്മയുടെ ചേച്ചിയുടെ മകനും അമ്മയ്ക്കും ഈ വീട്ടിൽ അവകാശമുണ്ട്. ഇപ്പോൾ കോർട്ട് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് ആ ഒരു ലേഡി അവരും മക്കളും കൂടി ഇവിടെ താമസമാക്കിയതൊന്നും അമ്മയ്ക്ക് വിഷമമില്ല. പക്ഷേ ഒരു വീട് മൊത്തം അടിച്ചു തീർത്തു എന്നുള്ള അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഞങ്ങളിലുണ്ട്, അത് കാണിക്കാം. കറണ്ട് ഏറ്റണത് അത് കിടക്കണണ്ട. ഗ്യാസ് എന്റത്, എന്റെ പാത്രങ്ങള്, എനിക്കൊരു ചായ ഇട്ട് കുടിക്കാൻ പോലും എന്നെ അനുവദിക്കുന്നില്ല. എന്നിട്ട് 2 റൂം ഉണ്ടായിരുന്നു, 2 നമ്മൾ കൂട്ടിക്കൊണ്ട് ഞാൻ പോയി. അത് 2ലും അതിനകത്ത് എന്തെങ്കിലും അടിച്ചു കയറ്റിയിരിക്കുന്നു. എന്റെ പൊന്നോന് എന്റെ മുമ്പായിട്ട് മുണ്ടിരിഞ്ഞടിച്ചയാള് 7 പേരൂടി പീസ് ഊരി വെച്ചേക്കുന്നു, പീസ് പകുതി ഊരി വെച്ചേക്കുന്നു. ഞാൻ അത് കണ്ട് അമ്മയുടെ ചേച്ചിയുടെ മകന് വേണ്ടിയിട്ടാണ് കല്യാണം പോലും കഴിക്കാതെ ജീവിച്ചതല്ലേ? ചേച്ചിയുടെ മകന്റെ ഭാര്യയാണ് ഇപ്പൊ ഇത്രയും ചെയ്യുന്നത്. കോർട്ട് ഓർഡറുമായിട്ട് വന്നു താമസിക്കാൻ. എന്തേലും ഓർഡറെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സർക്കാർ പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കണതാണ്. എന്റെ കുട്ടീരെ മുണ്ടൊഴിഞ്ഞ് ഒരു തള്ളേര് അടിച്ചെന്ന് വെച്ചാൽ മോനെ തകർത്ത് 7 വർഷം കൊണ്ട് അവനെ വേണ്ടെന്നും പറഞ്ഞ് അവൾ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് അവളെ വീട്ടിൽ കൊച്ചാലുമുട്ടിലെ വീട്ടിലായിരുന്നു. ഇവൻ വർഷത്തിൽ ലീവിന് വരുമ്പോൾ 4 പ്രാവശ്യം സാറേ അവിടെ പോയിട്ടുണ്ട്. എൻ്റെ അവിടെ പിറന്നു, എൻ്റെ കുഞ്ഞമ്മേരെ മോനാണിത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ 4 പ്രാവശ്യവും അവൾ അച്ഛൻ എൻ്റെ സഹോദരനെ അടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ട്. ഈ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് എൻ്റെ സഹോദരൻ അവിടെ ചെന്നിട്ടുള്ളത്. അപ്പോൾ അടിച്ച് ചമ്മന്തിയാക്കി അവനെ പല പ്രാവശ്യവും ഈ 4 പ്രാവശ്യം അപകടങ്ങൾ ഉണ്ടായിട്ടും ഒരു കേസ് കൊടുക്കേ ഒരു വഴക്കുണ്ടാക്കേ ഒന്നിനും ആരും ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് സാറേ ഇപ്പോഴും ഒരു 6-7 മാസം ആവില്ല, അന്ന് ഈ വീട്ടിലവൻ ലീവിന് വന്നപ്പോൾ ഈ പെണ്ണിൻ്റെ ചേച്ചി, എന്നിട്ട് അത് പറയട്ടെ, ഈ ലീവിന് വന്ന് നിന്നപ്പോൾ അവളെ ചേച്ചിയുടെ 2 മക്കള്, ചേച്ചി, അച്ഛൻ, പിന്നെ കുഞ്ഞമ്മേര ഒരു മോൻ, ചേച്ചിയുടെ ഭർത്താവ്, ഇവരെല്ലാവരും കൂടെ ഇതിനകത്ത് കയറി ചെന്നപ്പോൾ ഈ ഒരു തള്ള മാത്രമേ ഇതിനകത്തുള്ളായിരുന്നു. ഫ്രണ്ട് കഥ അങ്ങ് കുറ്റിയിട്ടിട്ട് ഇവരെ ആവശ്യം പോലെ അടിച്ച് ഈ 2 വിരൽ ഇത് കണ്ട, ഇത് ഫോട്ടോ എടുത്തെടുക്ക്, ഈ 2 വിരൽ അടിച്ച് പൊട്ടിച്ച്. എന്നിട്ട് എൻ്റെ ഉടപ്പിറന്നോനെ
SSMൽ പഠിക്കുന്ന ആൺപിള്ളേരാണ്. അതായത് +1 +2 എനിക്ക് അറിഞ്ഞുകൂടാ, പ്രായമില്ല അവരെ. 18 വയസ്സായാലല്ലേ അവരെ പോലീസ് പിടിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അവർ ഈ കാലി കിടന്ന ഷൂസ് ആയത് എൻ്റെ ഉടപ്പുറന്നവനെ എടുത്ത് അടിച്ച്, എന്നിട്ട് നമ്മട്ടിരെ കൈ അവർക്ക് ജോലി ചെയ്യാൻ മേടിച്ച് മേശപ്പുറത്തിരുന്ന ആ കമ്പ് രണ്ടും വെച്ച് ഉടപ്പുറന്നവനെ അടിച്ച് ചമ്മന്തിയാക്കി. അടിച്ച് ചമ്മന്തിയാക്കി. എന്നിട്ട് ഇവരെ ഈ പലവരുന്ന ആ പലവരെ എടുത്ത് അടിച്ച് ചമ്മന്തിയാക്കിയിട്ടാണ് രചന. ഇനി കൂടാൻ അടി ഈ ഇവിടെ അതൊക്കെ തെളിവുകളും എല്ലാം ഉണ്ട്. എല്ലാ തെളിവുകളും ഈ രേഖകളും എല്ലാം എൻ്റെ അണ്ണൻ്റെ കയ്യിൽ, ഒരുപാട് പേരെ കയ്യിലുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം അവർ പൊതുവിലൊരു കേസ് കൊടുത്താണ് വീണ്ടും അവർക്ക് താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് താമസിക്കണമെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വേണ്ട, ഈ വീടും വേണമെന്നില്ല. അവർക്ക് 50 ലക്ഷം രൂപ പൈസയും വേണം, മാസം തോറും 50,000 രൂപ അവൾക്ക് വേണമെന്നാണ് അവൾ പറഞ്ഞത്. അല്ലാതെ പിന്നെ ഒരു ഭാഷയിൽ ആണ് പറയുന്നത്. ആ ഭാഷ ഞാൻ ഇതിൽ പറയുന്നില്ല, പുറത്തിറങ്ങിയത് നാണക്കേടാണ്. ആ പൈസ മാത്രം മതി, അല്ലാതെ അവനെ എനിക്ക് വേണ്ട, അവനെന്നല്ല പറയുന്നത്. ഇത്രയും പ്രകൃതികളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച് ഞാൻ ഒരു അക്ഷരം പറയാനോ ഒന്നിനും ഞാൻ ഇറങ്ങിയിട്ടില്ല. ഈ ഒരു തള്ള ഒരു പ്രസവിച്ച് അവൻ്റെ അമ്മ കിടന്ന് ഈ വീട്ടിൽ മരിച്ചവർക്ക് ഈ 2 കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുകയോ ഈ ഒരു വ്യക്തി പെണ്ണെന്ന് പറഞ്ഞത് ഇവിടെ കയറുകയോ അവരെ വന്ന് ചടങ്ങിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം വന്നിട്ട് ഇന്ന് 19 ദിവസമായി. അതായത് എൻ്റെ ചേച്ചി മരിച്ചിട്ട് ഇന്ന് 18 ദിവസമായി. ഈ പെണ്ണ് ഈ വീട്ടിനകത്ത് കയറിയിട്ട് ഇന്ന് 19-20 ദിവസമായി. അന്ന് മുതൽ ആണ് ഇത് അത്രയും ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഏത് ചാനൽ പിന്നെ യൂട്യൂബിൽ വരെ ഈ കൂടുതലും പങ്കെടുക്കുന്ന ഒരു കൊച്ചിന് ഒന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഇത് എന്താണ് ഇതിപ്പോ നിങ്ങൾ ഇടപെട്ടത്? പാവപ്പെട്ട അമ്മയൊക്കെ ഇങ്ങനെ ചന്നം പിന്നെ അടിച്ചേക്കല്ലേ? നമ്മളെ എല്ലാവരും ഇപ്പൊ ഈ നിൽക്കുന്ന കണ്ടില്ലേ, ഈ ജനങ്ങൾ മൊത്തം ഈ അമ്മയുടെ കൂടെയാണ്. പക്ഷേ അവര് ഈ കോർട്ട് ഓർഡറും വെച്ചാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ആ വാറന്റിന്റെ തീരുമാനം എനിക്കും അറിയണം. എന്ത് വാറന്റിലാണ് അവിടെ ഇവിടെ വന്ന് ഇത് ഇത്രയും കാണിക്കുന്നത്? ഇപ്പം ഇന്നലെ വന്ന് CI രാത്രി വന്നിരുന്നു. വന്ന് മൊത്തം വിഷ്വൽസും എല്ലാം എടുത്തിട്ട് പോയിട്ട് പറഞ്ഞേക്കുന്നത് ഇന്ന് 24 മണിക്കൂറിനകത്ത് വെച്ച് ഇതിനൊരു തീർപ്പ് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. കേട്ടോ നമുക്കുണ്ട്. എനിക്ക് അറിയാനും കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാട്ടുകാരെ കൂട്ടിയിട്ടുണ്ട്, ഒരാൾ പോലും ആ ലേഡിക്ക് അനുകൂലമായി സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവർ തെറ്റ് ചെയ്തു എന്നുള്ള യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ ഇത്രയും എല്ലാ നാട്ടുകാരും ഇവിടെ ഉള്ളല്ലേ, അമ്മയ്ക്ക് അനുകൂലമല്ല എല്ലാവരും. ഒരു മാറ്റമില്ല. സങ്കടകരമായ സ്റ്റോറി പറയാണ്ട്. കാരണം ഈ അമ്മയുടെ ഡോറിന്റെ തുറക്കുന്ന വാതിലിന് അവിടെ എന്തോ കയറ്റി ഒടിച്ച് പെൻസിൽ കയറ്റി എന്തോ ഒടിച്ചു വെച്ചിരിക്കണം. ഇന്നും അങ്ങനെ തന്നെ. ഇനി അവരെ ഇതിനൊരു നിബന്ധന വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നമ്മളെ കൊടുക്കുകയാണ്. ഇവരെ എത്ര ദിവസം പോലെ സ്വന്തക്കാരെ വീട്ടിൽ കിടത്തി അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഇത്. അവര് കഴിച്ചോണ്ടിരിക്കണ ഗുളിയ സഹിത ആ റൂമിനകത്താണ്. അതുപോലും പറ്റുന്നില്ല. തുണ്ടുണ്ടെങ്കിലല്ലേ ആ ഗുളിയ എടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റൂ. ഞാൻ കയറി വന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇന്നാടി നിന്റെ പെൻസിലും ദാ അടക്കണ്, നീ എടുത്തോണ്ട് പോടി
ഇനി നമ്മളെ വീട്ടിനകത്ത് വരരുത്. പെങ്കൊച്ചാണ്. ആ മെമ്പറെ ഇപ്പൊ ഒരു പരിഹാരം വേണം എന്തായാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണം. എന്താണ് മെമ്പറാണ് ഇവിടുത്തെ ജനപ്രതിനിധി. മെമ്പർ ഒരു പരിഹാരം പറയും. എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോൾ വൈകുന്നേരം അമ്മയെ കൊണ്ടുവന്ന് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. അവർ സംരക്ഷിക്കട്ടെ. കാര്യം ഇപ്പം ഇത്രയും ദിവസം ജനങ്ങളാണ് ഒരു വീടില്ല, അമ്മയ്ക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല, ആകെ ഉള്ള ഒരു വീടാണ്. ആ വീട്ടിലാണ് ഈ അതിക്രമങ്ങൾ കാണിക്കുന്നത്. ആ റൂമിൽ പോലും കയറാൻ പറ്റില്ല. അവളെ സഹോദരന്മാരൊക്കെ ഇവക്ക് കൊടുത്തുള്ള അവരെല്ലാം അടിച്ച് പൊളിച്ചിട്ട് അവരെ കയ്യിൽ ചെയ്യാനുള്ള പ്ലാനാണ്. അവരെ കൊല്ലാനുള്ള വേലയാണ്. അവരെ കൊല്ലാൻ ഒറ്റയ്ക്ക് നമുക്ക് ഇന്നലെ താമസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ചേച്ചിയുടെ സഹോദരന്റെ വീട്ടിലാണ് കൊണ്ട് താമസിപ്പിച്ചിരുന്നത് ഇന്നലെ. അല്ല ഈ 16 ദിവസം കൊണ്ട് അവിടെ തന്നെയാണ് അവര് മരണമാവുകൊണ്ട് അവിടെ മരിച്ചു. എന്റെ സ്വന്തം ചേച്ചി അതുകൊണ്ട് അവിടെ ആയിരുന്നു ഇത്രയും ദിവസം. ആ വീട്ടിൽ അതിപ്പോ അത് ഒരുപാട് ദൂരെയല്ല, ദാ ഇവിടെ തന്നെ. ഇവരെ വീട്ടിൽ ഞാൻ 1.5 മാസം നിന്ന്. ഈ 16 ദിവസം ഉണ്ട് ഞാൻ ഇവിടെ. 4 ദിവസം ഇവിടെ കിടന്നപ്പോഴത്തേക്ക് 4ന്റെ ആള് വന്ന് ഉത്തരവ് നമ്മൾ അംഗീകരിച്ചു. അവർക്ക് ഇവിടെ കിടക്കാം. പക്ഷെ ഈ CCTV ക്യാമറ വെക്കണം, ആ പൂട്ടും തുറക്കണം. അല്ലാത്ത അവൾ ഈ ഇവിടെ നശിപ്പിച്ച സാധനം എല്ലാം അവള് നേരത്തെ ഉണ്ടാക്കി വെക്കണം. അവർക്കും ഇവിടെ കിടക്കണം. അവളെ നോക്കാൻ അവരും ഇവിടെ കിടക്കണം. അവർക്ക് അവര് നേരെ കിടക്കുമ്പോ നമുക്ക് കാണാം. അടിച്ചിറക്കുന്നില്ല അവളാ. അവളോളെ മക്കളെ ഒരിക്കലും അടിച്ചിറക്കുന്നില്ല. പക്ഷേ ഈ തള്ളക്ക് ഇവിടെ കിടന്നല്ലേ. അതാണ് റൂമാണ് ലോക്ക് ചെയ്ത് വെച്ചേക്കണേ. അമ്മ കിടക്കേണ്ട റൂമാണ് എന്തോ കൊണ്ട് കുത്തി കയറ്റി ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ തുറക്കാൻ പറ്റില്ല. ഇന്നലെ CI വന്ന് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. അവരുടെ ഉദ്ദേശം നമ്മളെ ഭയം അതാണ്. ഇവരൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും സമാധാനം പറയും? ആരുമില്ല. ഇത് കണ്ട് അത്രയാണ് എന്ന് വെച്ചാൽ അവർക്ക് ഇവരെ ഒഴിവാക്കണം. കൊല്ലാനാണ് ഇവരുള്ളതുകൊണ്ടാണ് കൊല്ലായിരുന്നു. അപ്പൊ നാട്ടുകാരെല്ലാം ഓടി കൂടിയതുകൊണ്ട് മാത്രമാണ് ജീവൻ കിട്ടിയത്. അന്ന് പോലീസ് വന്ന് എല്ലാ വിഷയം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ജീവൻ കൊണ്ട് പോയി കൊല്ലാനാണോ ഇവർ രണ്ടുപേരും കൊല്ലുക എന്നുള്ളതാണ് ലക്ഷ്യം. 3-4 മാസം മുമ്പ് ചേട്ടത്തിയുടെ മക്കളും മെയിനായിട്ടുള്ള കാര്യം അവർക്ക് താമസിക്കാം. പക്ഷെ താമസിക്കാതെ കോടതി പറഞ്ഞിട്ടുള്ളൂ ഈ മുതലൊന്നും നശിപ്പിക്കാൻ പറഞ്ഞില്ല. അവൻ എത്ര കാലം കൊണ്ട് കഷ്ടപ്പെടുന്നതാണെന്ന് അറിയാം. അന്യനാട്ടിൽ കിടന്നത് ക്യാമറ, ഈ ലൈറ്റ്, ഇതെല്ലാം ഇവര് ശരിയാക്കാൻ വേണം. ഇവിടെ അവള് താമസിച്ചോട്ടെ, പക്ഷെ ഇതെല്ലാം ശരിയാക്കണം. ഇവരെന്തെല്ലാം നശിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ശരിയാക്കാൻ വേണം. ഈ തള്ള ഇവിടെ താമസിക്കണം. 60 വയസ്സ് കഴിഞ്ഞാൽ ആ തള്ളക്ക് താമസിക്കണ്ടേ? ഏതായാലും ഇതിൽ എതിർപക്ഷമൊന്നുമില്ല, ഒരു പക്ഷമേ ഉള്ളൂ. നാട്ടുകാർ മൊത്തം ഈ അമ്മയുടെ പേരെന്തായിരുന്നു? അമ്മ ശ്യാമള. ഈ അമ്മയുടെ കൂട്ടത്തിലാണ് നാട്ടുകാർ മൊത്തം ഉള്ളത്. കാരണം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും തെറ്റ് അമ്മയുടെ ഭാഗത്തില്ല. കാരണം ആ പറയുന്ന ഈ ഒരു കോർട്ട് ഓർഡറുമായി ഇവിടെ വന്ന് താമസിച്ച ആ ഒരു ലേഡിയുടെ പുറത്താണ് ഈ ഒരു വിഷയങ്ങളൊക്കെ ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ അമ്മയുടെ ശ്യാമള എന്നുള്ള അമ്മയുടെ ചേച്ചിയുടെ മകനെ അതിക്രൂരമായി മർദ്ദിച്ചു. മുണ്ടൊക്കെ വലിച്ചൂരി ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹം ഉപജീവന മാർഗത്തിന് വേണ്ടി വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ ഈ അമ്മയ്ക്ക് വീട്ടിൽ കയറാനോ മരുന്നെടുക്കാനോ വസ്ത്രം ധരിക്കാനോ ഒന്നും പറ്റാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ചിറയൻകീഴ് പോലീസ് വന്നു, അന്വേഷിച്ചു, തിരിച്ചുപോയി, ഇതുവരെ വന്നിട്ടില്ല. ഒരു പക്ഷേ അവർ വന്ന് കേസെടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മതിയായ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഈ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ്, പോലീസിന്റെ സംരക്ഷണയിലേക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത്. അല്ലേ? ഏതായാലും ജനവികാരം മൊത്തം ആ ഒരു ലേഡിക്ക് എതിരാണ്. ഞങ്ങളെല്ലാം ആ വിഷ്വൽസ് എല്ലാം ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ വീട് അടിച്ചു ചേർക്കുന്ന വിഷ്വൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ ചൂണ്ടിക്കാണിക്കേണ്ടതൊക്കെ ഞങ്ങൾ പോലുള്ള മാധ്യമപ്രവർത്തനം ശരി. ഏതായാലും ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നെ പോലുള്ള മാധ്യമപ്രവർത്തനം, അതുപോലെ ചേട്ടനെ പോലുള്ള മെമ്പറെ പോലുള്ള പൊതുപ്രവർത്തനമാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. പരിഹാരം ഉണ്ടാക്കേണ്ടത് സംവിധാനങ്ങളാണ്, ഭരണ സംവിധാനങ്ങളാണ്. പരിഹാരം വേണം, നടപടി വേണം. അമ്മയ്ക്ക് മതിയായ നഷ്ടപരിഹാരം വേണം. വിസ്മയാസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.